ശാന്തി 18/5/26 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഈ ആത്മീയ ലഹരിയിലിരിക്കൂ. നമ്മൾ ഈശ്വരീയ ഫാമിലിയിലേതാണ്. നമ്മൾ തൻ്റെ ഗുപ്തമായ ദൈവിക രാജധാനി സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. ചോദ്യം: കുട്ടികളിൽ ഏതൊരു ശീലം ഉറച്ചതാണെങ്കിൽ മുഴുവൻ ദിവസവും സന്തോഷം നിലനിൽക്കും? ഉത്തരം: അഥവാ അതിരാവിലെ എഴുന്നേറ്റ് വിചാരസാഗര മഥനം ചെയ്യുന്നതിൻ്റെ ശീലമുണ്ടെങ്കിൽ മുഴുവൻ ദിവസവും അപാര സന്തോഷമുണ്ടായിരിക്കും. ബാബയുടെ ശ്രീമത്താണ് കുട്ടികളെ അമൃതവേളയിൽ എഴുന്നേറ്റ് തൻ്റെ പിതാവിനോട് മധുരമധുരമായി സംസാരിക്കൂ. ചിന്തിക്കൂ, നമ്മളിപ്പോൾ ഏത് ഫാമിലിയിലേതാണ്? നമ്മുടെ കർത്തവ്യം എന്താണ്? ഇത് നമ്മുടെ ഈശ്വരീയ ഫാമിലിയാണ്. നമ്മൾ തൻ്റെ പുതിയ രാജധാനി സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് അഥവാ ബുദ്ധിയിലുണ്ടായിരിക്കുമെങ്കിൽ മുഴുവൻ ദിവസവും സന്തോഷം നിലനിൽക്കും. ഓം ശാന്തി. കുട്ടികൾക്കറിയാം, ഇത് ആത്മീയ പരിവാരമാണ്. അതെല്ലാം ശാരീരിക പരിവാരമാണ്. ഇതാണ് ആത്മീയ പരിവാരം. ആത്മീയ പിതാവിൻ്റെ പരിവാരമാണിത്. ലൗകിക വീട്ടിൽ മാതാപിതാക്കളും കുട്ടികളും ഉണ്ടായിരിക്കുന്നത് പോലെ അതായി പരിധിയുള്ള പരിവാരം. നിങ്ങൾ ഇപ്പോൾ പരിധിയില്ലാത്ത ഫാമിലിയിലേതാണ്. കുട്ടികൾ പാടുന്നുമുണ്ട്, നീ മാതാവും പിതാവുമാണ്. അപ്പോൾ ഫാമിലി പോലെയായി, ക്രിയേറ്ററിൻ്റെ ക്രിയേഷനായി, അതായത് രചയിതാവിൻ്റെ രചനയായി. അല്ലെങ്കിൽ തന്നെ കുട്ടികൾ ആ ഒന്നിൻ്റെ ക്രിയേഷനാണ്. പക്ഷെ അറിയുന്നില്ല. കുട്ടികളായ നിങ്ങൾ ഇപ്പോൾ അറിയുന്നു, തീർച്ചയായും പരിധിയില്ലാത്ത ബാബയുടെ ഫാമിലിയാണിത്. ഈശ്വരീയ വിശ്വവിദ്യാലയം. ഇതിനെക്കുറിച്ച് പാടുന്നുണ്ട്. വിനാശകാലെ പ്രീതബുദ്ധി വിജയന്തി. ഇങ്ങനെയുള്ള ഫാമിലിയെക്കുറിച്ച് ഗീതയിൽ ഒരിക്കലും പാടിയിട്ടില്ല. ഈശ്വരീയ ഫാമിലിയായ നിങ്ങൾ ഗുപ്തമായി ദൈവിക രാജധാനി സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. ആർക്കും തന്നെ അറിയാൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് ലഹരിയുണ്ട്. ആരെല്ലാം ബാബയെ ഓർമ്മിക്കുമോ അവർക്ക് ലഹരിയുണ്ടായിരിക്കും. ദേഹാഭിമാനത്തിൽ വരുന്നതിലൂടെ ആ ലഹരി മാറിപ്പോകും. ഇത് ഈശ്വരീയ ഫാമിലിയാണ്. നമുക്ക് വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. പിന്നെ ദൈവിക രാജധാനിയിൽ വരും. അവിടെയുള്ളത് ദൈവിക ഫാമിലിയാണ്. അത് ആശ്രിയ ഫാമിലി. ഇതാണ് നിങ്ങളുടെ ഈശ്വരീയ ഫാമിലി. ആത്മീയ ബാബ്ദാദയുടെ കുട്ടികൾ സഹോദരി സഹോദരനാണ്. ഇതാണ് ആത്മീയ പ്രവൃത്തി മാർഗം. സത്യയുഗത്തിൽ ഈശ്വരീയ ഫാമിലി എന്ന് പറയില്ല. അവിടെ ദേവതാ ഫാമിലിയാണ് ഉണ്ടാകുന്നത്. ഈ ഈശ്വരീയ ഫാമിലി വളരെ ശക്തിശാലിയാണ്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമ്മൾ ഈശ്വരീയ ഫാമിലി ദൈവിക രാജധാനി സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയെല്ലാം സ്വയം തന്നോട് സംസാരിച്ച് വിചാരസാഗര മഥനം ചെയ്യണം. രാവിലെ എഴുന്നേറ്റ് ഓർമ്മയിലിരിക്കൂ. അപ്പോൾ വിചാരസാഗര മഥനം ചെയ്യുന്നതിൻ്റെ ശീലമുണ്ടാകും. ഉന്മേഷത്തിൽ വന്നുകൊണ്ടിരിക്കും. എപ്പോഴാണോ മറ്റെല്ലാ മനുഷ്യരും നിദ്രയിൽ ഉറങ്ങിക്കിടക്കുന്നത്, ആ സമയം നിങ്ങൾ ഉണരുന്നു. നിങ്ങൾ അതിരാവിലെ എഴുന്നേറ്റ് ഇങ്ങനെയെല്ലാം ചിന്തിക്കേണ്ടതാണ്. പിന്നെ നോക്കൂ, നിങ്ങൾക്ക് എത്ര സന്തോഷമുണ്ടായിരിക്കുന്നു എന്ന്. ഏതെല്ലാം ശ്രീമത്ത് ലഭിക്കുന്നോ അതനുസരിച്ച് നടക്കണം. പിന്നെ നിങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ടാകും. ഈശ്വരീയ ഫാമിലിയുടെ ഓർമ്മ വരും. ആസുരീയ ഫാമിലിയിൽ നിന്നും മനസ്സ് മാറിപ്പോകും. പുതിയ കെട്ടിടം എപ്പോഴാണോ പൂർണ്ണമായും തയ്യാറാകുന്നത്, അപ്പോൾ പിന്നെ പഴയതിനോടുള്ള ആസക്തി മാറിപ്പോകുന്നു. പുതിയത് തയ്യാറാകാത്തത് വരെയും എന്തെങ്കിലുമൊക്കെ അറ്റകുറ്റപ്പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നീട് മനസ്സ് മാറിപ്പോകുന്നു. ഈ പഴയ ലോകവും ഇങ്ങനെയാണ്. ഇപ്പോൾ നിങ്ങൾ അറിയുന്നുണ്ട്, ഇത് പഴയ വീടാണ്.
നമ്മൾ പുതിയ വീട്ടിലേക്ക് പോകും. പിന്നെ പുതിയ വസ്ത്രം അണിയും. ഈ ദേഹവും പഴയതാണ്. ഇപ്പോൾ നിങ്ങൾ ഭാവിയിലെ 21 ജന്മത്തേക്ക് വേണ്ടി രാജ്യഭാഗ്യം നേടിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ രാജ്യം ഭരിക്കേണ്ടതില്ല. ഇവിടെ നടക്കുന്നത് സ്ഥാപനയാണ്. ഈ കാര്യങ്ങൾ കേവലം നിങ്ങൾ തന്നെയാണ് അറിയുന്നത്. ഇതും ഗീതയാണ്, രാജയോഗമാണല്ലോ. ഇതിനെ പറയുന്നത് സഹജ രാജയോഗം എന്നാണ്. അനേകം തവണ നിങ്ങൾ ഈ രാജയോഗത്തിന്റെ അഭ്യാസത്തിലൂടെ ദൈവിക സ്ഥാപിക്കുന്ന രാജ്യം, അവിടെ ഈ കാര്യങ്ങൾ ഓർമ്മയുണ്ടായിരിക്കില്ല. അഥവാ അവിടെ ഈ കാര്യങ്ങൾ ഓർമ്മയുണ്ടായിരിക്കും എങ്കിൽ പിന്നെ സുഖമേ അനുഭവപ്പെടുകയില്ല, ചിന്തയുണ്ടാകും. ഈ സമയം നിങ്ങൾക്ക് ഗുപ്ത ലഹരിയുണ്ട്. ഉയർന്നതിലും ഉയർന്ന ബാബയുടെ ഫാമിലിയാണ് ഇത്. ഇതിനെ പറയുന്നത് ഈശ്വരീയ ഗുപ്ത ഫാമിലി ടൈപ്പ് എന്നാണ്. ഈശ്വരീയ വിശ്വവിദ്യാലയം എന്നും ഈശ്വരീയ യജ്ഞം എന്നും പറയുന്നു. ഫാമിലിയാണ്. നമുക്ക് വളരെ ലവ്ലി ആകേണ്ടതുണ്ട്. ഭാവിയിൽ നിങ്ങൾ വളരെ ലവ്ലി ആകുന്നു. നിങ്ങളാണ് രൂപ് ബസന്ത്. ആത്മാവ് രൂപമാണ്, ബസന്തുമാണ്. ഇത്രയും ചെറിയ ആത്മാവ് അവിനാശി പാർട്ട് അഭിനയിക്കുന്നു. ഈ സമയം നിങ്ങൾ രൂപ് ബസന്ത് ആയിരിക്കുന്നു. ബാബ ജ്ഞാനത്തിന്റെ സാഗരമാണ്. എപ്പോഴാണോ ഈ ശരീരത്തിൽ വരുന്നത്, അപ്പോൾ ജ്ഞാനം തീർച്ചയായും നൽകും. നിങ്ങൾക്കറിയാം, ജ്ഞാനത്തിന്റെ മഴ പൊഴിക്കുകയാണ്. ഓരോരോ രത്നവും ₹1,00,000 ഇപ്പോൾ ആത്മാക്കളായ നിങ്ങൾക്ക് ബാബയുടെ പരിചയം ലഭിച്ചു. ബാബ സ്മൃതി വരുത്തി. ഈ 84ന്റെ ചക്രം എങ്ങനെ തിരിയുന്നു എന്നത് നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. അതിനാൽ നിങ്ങളുടെ നാമം തന്നെ സ്വദർശന ചക്രധാരി എന്നാണ്. വിഷ്ണു അഥവാ ലക്ഷ്മി നാരായണൻ സ്വദർശന ചക്രധാരി ആയിരുന്നില്ല. അവർക്ക് ഈ ജ്ഞാനമില്ല. ഇപ്പോൾ ആത്മാവിന് ഈ ജ്ഞാനം ലഭിക്കുന്നു. സൃഷ്ടിയുടെ ചക്രം എങ്ങനെ തിരിയുന്നു. ത്രിമൂർത്തി എന്ന് പറയുന്നുണ്ട്, എന്നിട്ടും ശിവനെ കാണിക്കുന്നില്ല. ത്രിമൂർത്തിയുടെ ചിത്രം വളരെയധികം കണ്ടിട്ടുണ്ടാകും. സാകാരത്തിൽ പ്രജാപിതാവും ഇവിടെ തന്നെയാണല്ലോ ഉള്ളത്. ഇതായി ഏറ്റവും പുരാതനം ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. അപ്പോൾ ഇതായി പ്രജാപിത ബ്രഹ്മാവിൻ്റെ വംശാവലി. ബാബ സൃഷ്ടി രചിക്കുന്നത് ബ്രഹ്മാവിലൂടെയാണ്. അപ്പോൾ ബ്രഹ്മാവ് വലിയതായല്ലോ, വൃദ്ധാവസ്ഥയിലാണ് കാണിക്കുന്നത്. ഇദ്ദേഹം 84 ജന്മങ്ങളുടെ ചക്രം കറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളെ മനസ്സിലാക്കി. എല്ലാവരും ബാബയുടെ കുട്ടികളാണ് എന്നതും അറിയുന്നുണ്ട്. ആത്മാക്കൾക്ക് ബാബയുടെ പരിചയം നൽകണം. ഇപ്പോൾ ഭാരതത്തിൻ്റെ വളരെ വലിയ മംഗളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. സർവ ആത്മാക്കളും പവിത്രമായി മുക്തിധാമത്തിലേക്ക് പോകും. നിങ്ങൾ ഭാരതത്തിൻ്റെ സേവനത്തിലാണ്, പ്രത്യേകിച്ച് ഭാരതത്തിൻ്റെയും പൊതുവായി ലോകത്തിൻ്റെയും. ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന നിങ്ങൾ ഇപ്പോൾ കുറച്ചു പേരേ ഉള്ളൂ. പിന്നെ നട്ഷലിൽ മനസ്സിലാക്കിച്ചു തരുന്നു. കുട്ടികളെ മന്മനാഭവ പ്രത്യേകവും മനസ്സിലാക്കിച്ചു തരുന്നു. എന്തെല്ലാം ഉണ്ടോ ദൈവിക രാജധാനി സ്ഥാപിക്കുന്നതിൽ വിനിയോഗിക്കൂ. ബാപ്പു ഗാന്ധിയും എന്താണ് ചെയ്തിരുന്നത്? അദ്ദേഹവും രാമരാജ്യം ആഗ്രഹിച്ചിരുന്നു. ഇങ്ങനെയുള്ള വണ്ടർഫുൾ കളിയാണ്. ഇപ്പോൾ നിങ്ങൾ സാക്ഷിയായി കളി കാണുന്നു. നിങ്ങൾക്ക് ചിരി വരുന്നു. എവിടെയുള്ള കാര്യങ്ങൾ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? ബാബു പറയുന്നു, ഡ്രാമ അനുസരിച്ച് ലോകത്തിൻ്റെ ഗതി മോശമായി പോയി. പിന്നെ ബാബു വന്ന് സദ്ഗതി ചെയ്യുന്നു. കുട്ടികളായ നിങ്ങൾക്ക് ലഹരി കയറിയിരിക്കുന്നു. ഇതാണ് മുഴുവൻ വേൾഡിൻ്റെ നിരാകാരനായ ബാപ്പുജി. ഈ ബ്രഹ്മാവും ആരുടെ കുട്ടിയാണ്? ശിവബാബയുടെ. ആ ഒന്ന് ആരുടെ കുട്ടിയാണ്? ഈ മാതാക്കൾ പറയുന്നു, ശിവബാബ നമ്മുടെ കുട്ടിയാണ്. ഇത് ശിവബാബയുടെ കളി വിനോദങ്ങളാണ്. ബാക്കി ധ്യാന സാക്ഷാത്കാരങ്ങളിലാണെങ്കിൽ മായയുടെ വളരെയധികം പ്രവേശനം ഉണ്ടാകുന്നു.
എന്നിൽ ശിവബാബ വരുന്നു എന്നും ശിവബാബയാണ് ഇത് പറയുന്നതെന്നും ഇവർ പറയുന്നു. ഇതെല്ലാം ഭൂതത്തിൻ്റെ പ്രവേശതയാണ്. കുട്ടികളായി നിങ്ങൾ സൂക്ഷിച്ചിരിക്കണം. ഈ ഭൂതത്തിൻ്റെ രോഗം 2 ലോകങ്ങളിൽ നിന്നും പറത്തിക്കളയുന്ന ഒന്നാണ്. നമ്മൾ സാക്ഷാത്കാരം കണ്ടെങ്കിൽ എന്ന ചിന്ത ഒരിക്കലും വരാൻ പാടില്ലാത്തതാണ്. ഇതെല്ലാം ഭക്തിയിലെ ചിന്തകളാണ്. ജ്ഞാന മാർഗത്തെ നല്ല രീതിയിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. മായ അനേകം പ്രകാരത്തിൽ ചതിക്കുന്നു. സാക്ഷാത്കാരവും മറ്റും കൊണ്ട് ഒരു നേട്ടവുമില്ല. ബാബ പറയുന്നു, ഇദ്ദേഹത്തിലൂടെ വിവാഹ നിശ്ചയം നടത്തിക്കുന്നു. ബാബയുടെ ആജ്ഞയാണ്, നിങ്ങൾ ഒരു ദേഹധാരിയെയും ഓർമ്മിക്കുവാൻ പാടില്ല. നിങ്ങൾ സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. തൻ്റെ മംഗളത്തിനു വേണ്ടി ബാബയെ ഓർമ്മിക്കണം. ഇത് വളരെയധികം വിവേകത്തിൻ്റെ കാര്യമാണ്. ബാബയ്ക്ക് എന്ത് സമാചാരവും എഴുതാവുന്നതാണ്. പരിധിയില്ലാത്ത ബാബയ്ക്ക് കത്തിൽ തൻ്റെ സുഖാന്വേഷണങ്ങളുടെ സമാചാരം എഴുതണം എന്ന അത്ര ബുദ്ധി പോലും പല കുട്ടികൾക്കുമില്ല. ലൗകിക അച്ഛന് കത്തെഴുതാതിരുന്നാൽ സ്വസ്ഥതയില്ലാതാകുന്നു. ഇതും പരിധിയില്ലാത്ത പിതാവാണ്. 1 മാസമോ 1.5 മാസമോ കത്ത് വരുന്നില്ല എന്ന് കാണുകയാണെങ്കിൽ ഇവരെ ഒരുപക്ഷെ മായ ഭക്ഷിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അവർ ഇങ്ങനെയുള്ള പാരലൗകിക അച്ഛന് കത്തെഴുതുന്നില്ല. ഇത്രത്തോളം എഴുതേണ്ടതാണ്. ബാബ, നമ്മൾ നാരായണി ലഹരിയിൽ സദാ ഇരിക്കുന്നു. അങ്ങയാൽ നൽകപ്പെട്ട യുക്തിയിൽ തന്നെ നമ്മൾ തൽപരരാണ്. എങ്കിൽ ബാബ മനസ്സിലാക്കും സന്തുഷ്ടരും തൃപ്തരുമാണ് എന്ന്. കത്തെഴുതുന്നില്ലെങ്കിൽ രോഗാവസ്ഥയിലാണ് എന്ന് മനസ്സിലാക്കും. ഓർമ്മയിൽ തന്നെ ഇരിക്കുന്നില്ല. ഇല്ലെങ്കിൽ ബാബയ്ക്ക് സമാചാരം നൽകണം. ബാബ, നമ്മൾ ഈ സർവീസ് ചെയ്തു, ഇവരെ മനസ്സിലാക്കിച്ചു. ഇവരുടെ ബുദ്ധിയിൽ പൂർണ്ണമായും ഇരുന്നില്ല എന്നല്ല. എങ്കിൽ പിന്നെ ഈ രീതിയിൽ മനസ്സിലാക്കിച്ചു കൊടുക്കൂ എന്നും മനസ്സിലാക്കിക്കും. ഭക്തിമാർഗത്തിൽ എന്തെല്ലാം പറയുന്നു അവ യാതൊന്നും മനസ്സിലാക്കുന്നില്ല. മുഖ്യമായ കാര്യമാണ് ബാബയെ തന്നെ അറിയുന്നില്ല. ബാബയെ അറിയുന്നതിലൂടെ ഭാരതം സദ്ഗതി പ്രാപിക്കുന്നു. ബാബയെ അറിയാത്തത് കാരണം ഭാരതം തീർത്തും ദുർഗതി പ്രാപിക്കുന്നു. ഇപ്പോൾ ബാബ കുട്ടികളായ നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു, ഞാൻ നിങ്ങളെ സദ്ഗതിയിലേക്ക് കൊണ്ടുപോകും. ബാക്കി സർവരെയും മുക്തിയിലേക്ക് കൊണ്ടുപോകും. ഭാരതം ജീവൻ മുക്തിയിലായിരിക്കുമ്പോൾ ബാക്കി എല്ലാവരും മുക്തിയിലാണ്. ഈ ചേഞ്ച് ബാബയ്ക്കല്ലാതെ മറ്റാർക്കും ചെയ്യുവാൻ സാധിക്കില്ല. സർവരുടെയും സദ്ഗതി ദാതാവ് ഒരേ ഒരു ബാബയാണ്. സർവരുടെയും സദ്ഗതി തീർച്ചയായും കൽപ്പകൽപ്പങ്ങളിൽ സംഗമത്തിൽ തന്നെയാണ് നടക്കുന്നത്. നിങ്ങൾക്കറിയാം, ആത്മാക്കളായ നമ്മുടെ ആത്മീയ അച്ഛൻ ഒന്നാണ്. ആ ഒന്നിനെ ആത്മാവ് തന്നെയാണ് ഓർമ്മിക്കുന്നത്. നിങ്ങൾക്ക് ഭക്തി മാർഗത്തിൽ 2 പിതാവുണ്ട്. സത്യുഗത്തിലാണെങ്കിൽ 1 പിതാവാണ്. സംഗമത്തിലോ 3 പിതാവുണ്ട്. പ്രജാപിത ബ്രഹ്മാവും പിതാവായല്ലോ. ശിവനും ബാബയാണ്. ആ ഒന്ന് സർവ ആത്മാക്കളുടെയും പിതാവാണ്. ആ ഒന്നിൽ നിന്ന് തന്നെ സമ്പത്ത് നേടണം. ആ ഒന്നിനെ ഓർമ്മിക്കുന്നതിലൂടെ തന്നെയാണ് വികർമ്മം വിനാശമാകുന്നത്. ബ്രഹ്മാവിനെ ഓർമ്മിക്കുന്നതിലൂടെ വികർമ്മം വിനാശമാകില്ല. അതിനാൽ ശിവ് ബാബയെ തന്നെ ഓർമ്മിക്കണം. നമ്മൾ ആ ഒന്നിൻ്റേത് ആയിരിക്കുന്നു. ഇതാണ് സത്യമായ റിയൽ ജ്ഞാനം. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് വേണ്ടി. ബാക്കി എല്ലാവരും ദേഹാഭിമാനിയാണ്. ദേഹാഭിമാനിയായ പതീത മനുഷ്യർ എന്ത് കർത്തവ്യം ചെയ്യുന്നോ അത് പതീതം തന്നെയാണ് ചെയ്യുന്നത്. ദാനപുണ്യങ്ങൾ തുടങ്ങി എന്തെല്ലാം ചെയ്യുന്നോ അതെല്ലാം പതീതമാണാക്കുന്നത്. രാവണ രാജ്യത്തിൽ ഇത് നടക്കുക തന്നെ ചെയ്യുന്നു. ഇപ്പോൾ ബാബ വന്ന് ഓർഡിനൻസ് ഇറക്കുന്നു. കുട്ടികളെ ജാഗ്രത, വികാരത്തിലേക്ക് പോകരുത്, കാമത്തിൻ്റെ മേൽ വിജയം നേടണം എന്ന് പറയുന്നു. കൊടുങ്കാറ്റും മറ്റും വളരെയധികം വരും. ഇതിൽ ക്ഷീണിതരായി പോകരുത്. മായയുടെ ഇത്രയും വികൽപ്പങ്ങൾ വരും.
അത് അജ്ഞാന കാലത്തിൽ പോലും വന്നിട്ടുണ്ടാകില്ല. അങ്ങനെയുമുള്ള വികൽപ്പങ്ങൾ വരുന്നു. പറയുന്നു, ഭക്തി മാർഗത്തിലാണെങ്കിൽ വളരെ സന്തോഷമായി കഴിയുന്നു. ഇപ്പോൾ അങ്ങയെ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നു, ചെയ്യാൻ കഴിയുന്നില്ല. ബിന്ദുവിൻ്റെ ഓർമ്മ ഉണ്ടാകുന്നില്ല. വലിയ വസ്തു ആയിരുന്നുവെങ്കിൽ ഓർമ്മിക്കാമായിരുന്നു. ബാബ പറയുന്നു, നിങ്ങൾ ശിവ് ബാബ എന്ന് പറഞ്ഞ് ഓർമ്മിക്കൂ. ഈ പഴയ ലോകത്തെ മറന്നേക്കൂ. നിങ്ങൾ ശാന്തിധാമത്തെ ഓർമ്മിക്കൂ. കേവലം ശാന്തിധാമത്തെ മാത്രമല്ല ഓർമ്മിക്കേണ്ടത്. ബാബയുടെ ഓർമ്മയിലൂടെ തന്നെയാണ് വികർമ്മം വിനാശമാകുന്നത്. ആത്മാവിൻ്റെ സ്വീറ്റ് ബാബയോട് സ്നേഹം ആവശ്യമാണ്. പകുതി കൽപ്പത്തെ ലവറാണ്. ആത്മാവ് പറയുന്നു, നമ്മൾ പകുതി കൽപ്പം അങ്ങയെ മറന്നുപോയി. ഇവിടെ ബ്രാഹ്മണികൾ ആരെയാണോ കൊണ്ടുവരുന്നത് വളരെ സൂക്ഷിച്ചായിരിക്കണം. നിശ്ചയബുദ്ധിയുള്ളവർ തന്നെയാണ് വരേണ്ടത്. അഥവാ ഇവിടെ വന്ന ശേഷം പിന്നെ പോയി ആരെങ്കിലും പതീതമായി എങ്കിൽ ശിക്ഷ ബ്രാഹ്മണിക്കും വരും. അതിനാൽ ബ്രാഹ്മണിയുടെ മേൽ വളരെയധികം റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ബാബ ഈ രഥം എടുത്തിരിക്കുന്നു. സർവ കാര്യങ്ങളുടെയും അനുഭവിയാണ്. ഇവിടെയാണെങ്കിൽ മോശമായ കാര്യമില്ല. പരസ്പരം ചിരിക്കുക, കളിക്കുക, സംസാരിക്കുക, ഇതിന് വിലക്കൊന്നുമില്ല. ബാക്കി അല്പമെങ്കിലും ഏതെങ്കിലും ആത്മാവിനോട് സ്നേഹം വയ്ക്കുകയാണ് എങ്കിൽ പിന്നെ കൂടുതൽ വർദ്ധിച്ചു വരും. അവരുടെ ഓർമ്മ വന്നുകൊണ്ടിരിക്കും. അതിനാൽ ഇതിൽ നിന്നും ഉപരി പോകണം. ഇപ്പോൾ നിങ്ങൾ വീട്ടിൽ ഇരിക്കുകയാണോ അതോ സത്യയുഗത്തിൽ ഇരിക്കുകയാണോ? മുന്നിലുള്ളവർ പറഞ്ഞു, വീട്ടിൽ. ബാബ കുട്ടികളെ വീട്ടിലാണ് പഠിപ്പിക്കുന്നത്. ഇത് നിങ്ങളുടെ എല്ലാം വീടാണ്. പുറത്ത് പോകുമ്പോൾ ഇങ്ങനെ പറയുകയില്ല. ഇവിടെ വളരെ നല്ല ലഹരി ഉണ്ടായിരിക്കും. ദേഹത്തിൻ്റെ അഭിമാനം ഉപേക്ഷിക്കണം. ദേഹി അഭിമാനിയാകൂ എങ്കിൽ ജാതി വിഭാഗങ്ങളുടെ ഭേദമെല്ലാം മാറിപ്പോകും. പഴയ ലോകം തമോ പ്രധാനമാണ്. അതിൽ ഭേദഭാവം കൂടുതൽ വർദ്ധിച്ചു വരുന്നു. മുൻപ് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ സമയം ഭാഷകളുടെ തർക്ക പ്രശ്നമുണ്ടായിരുന്നില്ല. ഇപ്പോൾ ദിനം പ്രതിദിനം മോശമായിക്കൊണ്ടിരിക്കുന്നു. പിന്നെ സത്യയുഗത്തിൽ ഒരേ ഒരു ഭാഷയുണ്ടാകും. യാതൊരു ഭേദഭാവവും ഉണ്ടായിരിക്കില്ല. ശരി, മധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഏതൊരു ദേഹധാരിയുടെയും ഓർമ്മ വരരുത്. ഇതിനു വേണ്ടി ആരെയും സ്നേഹിക്കാതിരിക്കണം. ഇതിനും ഉപരി പോകണം. വളരെ ജാഗ്രത പുലർത്തണം. മായയുടെ വികൽപ്പങ്ങളെ ഭയപ്പെടരുത്. വിജയിയാകണം. ധ്യാന സാക്ഷാത്കാരങ്ങളിൽ മായയുടെ വളരെ പ്രവേശനമുണ്ടാകുന്നു. ഈ ഭൂതപ്രവേശനത്തിൽ നിന്നും സ്വയം തന്നെ രക്ഷിക്കണം. ബാബയ്ക്ക് തൻ്റെ സത്യമായ സമാചാരം നൽകണം. വരദാനം: ഓരോ കാര്യത്തിലും സാരം ഗ്രഹിച്ച് ഓൾറൗണ്ടറായി മാറുന്ന സരള പുരുഷാർത്ഥിയായി ഭവിക്കട്ടെ. ഏതൊരു കാര്യം കാണുകയോ കേൾക്കുകയോ ചെയ്യുമ്പോൾ അതിൻ്റെ സാരത്തെ മനസ്സിലാക്കൂ. കൂടാതെ ഏതൊരു വാക്കുകൾ പറയുന്നുവോ ഏതൊരു കർമ്മം ചെയ്യുന്നുവോ അതിൽ സാരം നിറഞ്ഞിട്ടുണ്ടായിരിക്കണം. അപ്പോൾ പുരുഷാർത്ഥം സരളമായി മാറും. ഇങ്ങനെയുള്ള സരള പുരുഷാർത്ഥികൾ എല്ലാ കാര്യങ്ങളിലും ഓൾറൗണ്ടർ ആയിരിക്കും. അവരിൽ ഏതെങ്കിലും കുറവ് കാണപ്പെടുകയില്ല. ഏതൊരു കാര്യത്തിലും ധൈര്യം കുറയുകയില്ല. നമുക്ക് ഇത് ചെയ്യുവാൻ കഴിയില്ല എന്ന വാക്കുകൾ വായിൽ നിന്നും വരികയില്ല. ഇങ്ങനെയുള്ള സരള പുരുഷാർത്ഥികൾ സ്വയവും സരള ചിത്തമായിരിക്കുന്നു. മറ്റുള്ളവരെയും സരള ചിത്തമാക്കി മാറ്റുന്നു. സ്ലോഗൻ: സാധനങ്ങൾ യൂസ് ചെയ്യുമ്പോഴും
അവയുടെ പ്രഭാവത്തിൽ നിന്നും വേറിട്ടവരും ബാബയ്ക്ക് പ്രിയപ്പെട്ടവരും ആകൂ. അവ്യക്ത സൂചന: സദാ അചഞ്ചലവും ആടാത്തതും ഏകരസവുമായ സ്ഥിതി അനുഭവിക്കൂ. ഏകരസസ്ഥിതി ഉണ്ടാക്കുന്നതിനായി ഒന്നിനെ അല്ലാതെ മറ്റെന്തും കണ്ടും കാണാതിരിക്കൂ. ഈ എന്തെല്ലാം കാണുന്നുവോ ഈ യാതൊരു വസ്തുക്കളും നിലനിൽക്കുന്നവയല്ല. അപ്പോൾ ഏകരസവും സ്ഥിരവുമായി ഇരിക്കുവാൻ സാധിക്കും. ഏതെങ്കിലും ദൃശ്യം കാണുമ്പോൾ എന്തുകൊണ്ട്, എന്ത് എന്നതിൻ്റെ ഉൽപ്പത്തി ഉണ്ടാകരുത്. ഇതുതന്നെയാണ് വ്യർത്ഥ സങ്കല്പങ്ങളുടെ ചഞ്ചലതയുടെ കാരണം. ഈ ക്യൂവിൻ്റെ സമാപ്തിക്കു ശേഷം തന്നെയാണ് സമ്പൂർണത വരുന്നത്. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും റിലാക്സ്ഡ് ആയിരുന്ന് എൻ്റെ മനസ്സിനെ അന്തർമുഖമാക്കുമ്പോൾ മനസ്സിലെ സങ്കല്പങ്ങളുടെ ഗതി സാവധാനത്തിലാകുന്നു. സൈലൻസിൻ്റെ അവസ്ഥയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ഈ സൈലൻസിൻ്റെ അവസ്ഥയിൽ ഞാൻ സ്വയം ശക്തി സ്വരൂപമായി അനുഭവിക്കുന്നു. ശക്തി സ്വരൂപ ആത്മാവായ എന്നിൽ നിന്നും ശക്തിയുടെ തരംഗങ്ങൾ നാലു ഭാഗത്തും പ്രസരിക്കുന്നു. ശക്തിയുടെ ഈ തരംഗങ്ങൾ എൻ്റെ ശരീരത്തിലേക്കും വ്യാപിക്കുകയാണ്. ആത്മസ്ഥിതിയിലിരുന്നു കൊണ്ട് ഇപ്പോൾ ഞാൻ സർവശക്തിവാനായ ബാബയുടെ സമീപത്ത് എത്തിച്ചേരുകയാണ്. സർവശക്തിവാനിൽ മനസ്സ് ഏകാഗ്രമാക്കുമ്പോൾ ബാബയുടെ സമസ്ത ശക്തികളും വരദാനങ്ങളും എന്നിൽ നിറയുന്നു. ശക്തി സമ്പന്ന സ്ഥിതി ഞാൻ അനുഭവിക്കുന്നു. നിർഭയത്വത്തിൻ്റെ ശക്തിയും സമസ്യകളെ ഇല്ലാതാക്കുവാനുള്ള ശക്തിയും വിഘ്നങ്ങളെ അതിജീവിക്കാനുള്ള ശക്തിയും സഹനശക്തിയും എന്നിൽ ഉൾക്കൊള്ളപ്പെടുന്നു. ഈ ശക്തിശാലി സ്ഥിതിയിലൂടെ ഞാൻ ശക്തിയുടെ അവതാരമായി മാറുന്നു. ശിവശക്തി സ്വരൂപമായി
ഈ ഈശ്വരീയ ശക്തികളെ ഞാൻ സമസ്ത വിശ്വത്തിലേക്കും വ്യാപിപ്പിക്കുകയാണ്. ഈ ഈശ്വരീയ ശക്തി പ്രകൃതിയിലെ തത്വങ്ങളെയും പ്രഭാവിതമാക്കുന്നു. അവയെയും ശാന്തമാക്കുന്നു. ഈ ശക്തികൾ അന്യ ആത്മാക്കളിലും നിറഞ്ഞ് അവരും ശക്തിശാലിയായി മാറുന്നു.